ജിസിക്ക് എന്താണ് അസുഖമെന്ന് മനസ്സിലായോ? ലിസി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരുന്നു. എന്താ ഒന്നും പറയാത്തത്? ഒരു ഡോക്ടറെ കാണിക്കുക, അല്ലാതെ നമ്മൾ എന്തു പറയാനാ? കുറച്ച് ദിവസമായിട്ട് രാവിലെ എഴുന്നേറ്റാൽ ഛർദി ഉണ്ടായിരുന്നു. അതിൻ്റെ കഷ്ടകാലം, അല്ലാതെ എന്തു പറയാനാ? പഴയ വാർഡൻ സാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ലിസി ഒന്നും പറയുന്നില്ല. ഇനി മുതൽ ഒരു കാര്യം ചെയ്യണം. ചേച്ചിയുടെ കിടപ്പ് കുട്ടികളുടെ മുറിയിലാക്കണം. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാവും. എന്നോട് പറയാൻ പറ്റാത്ത പലതും ചേച്ചിയോട് പറയും. അതവർക്ക് ഗുണം ചെയ്യും. പിന്നെ ഈ ഞായറാഴ്ച തുന്നക്കാരി വരും അളവെടുക്കാൻ. കുട്ടികൾക്കൊക്കെ ഈ 2 നൈറ്റി തുന്നിക്കണം. ഒപ്പം ചേച്ചിക്കും 2 വേണം. എന്താ ഒന്നും മിണ്ടാത്തത്? ശരി, ഇനി ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് ആലോചിച്ചുണ്ടാക്കട്ടെ. അതിനിടയ്ക്ക് അവളെ ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ ചേച്ചി ഒപ്പം വരണം. ലിസി എഴുന്നേറ്റു. ആദ്യമായി കമ്മിറ്റിക്ക് കൊടുക്കാനായി ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കണം. കുട്ടികൾക്കുള്ള നൈറ്റികൾക്ക് ഏകദേശം എന്തു ചെലവ് വരുമെന്ന് തുന്നക്കാരി പറഞ്ഞു തന്നിരുന്നു. അയാൾ കടലാസും എടുത്ത് എഴുതാനിരുന്നു. ഇതു കഴിഞ്ഞിട്ട് വേണം മാത്യു അച്ഛനെ കാണാൻ. ജിസിയുടെ കാര്യം എത്രയും വേഗം അദ്ദേഹത്തെ അറിയിക്കണം. താൻ ഒറ്റയ്ക്ക് ചെയ്താൽ ശരിയാവില്ല. എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയ കടലാസും എടുത്ത് ഷിജോ പുറത്തിറങ്ങി വാതിൽ ഓടാമ്പലിട്ടു. താക്കോലിട്ട് പൂട്ടേണ്ട ആവശ്യമൊന്നും ഷിജോ കണ്ടില്ല. അത് വിശ്വാസമില്ലായ്മയെയാണ് കാണിക്കുന്നത്. ആരെയാണ് അവിശ്വസിക്കുന്നത്? ലിസി ചേച്ചിയെയോ അതോ തൻ്റെ അനുജത്തിയുടെ വയസ്സില്ലാത്ത കൊച്ചു കുട്ടികളെയോ? കുട്ടികളുടെ മുറിയിൽ ജിസി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുകയാണ്. ലിസി ചേച്ചിയുടെ കയ്യിലുള്ള പ്ലേറ്റ് ഒരുമാതിരി ഒഴിഞ്ഞിരിക്കുന്നു. ജിസി വല്ലതും കഴിച്ചോ? ഒഴിഞ്ഞ പ്ലേറ്റ് കാണിച്ചുകൊണ്ട് ലിസി ചേച്ചി പറഞ്ഞു. ഇപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ സ്കൂളിൽ പോവാം. വേണ്ട, അവൾ വിശ്രമിക്കട്ടെ. ആനിയും ഉണ്ടല്ലോ. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. ചേച്ചി ഇടയ്ക്കൊന്ന് വന്ന് നോക്കണം ട്ടോ. ലിസി തലയാട്ടി. മാത്യു അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്തു കടക്കുകയായിരുന്നു. ഈ അച്ഛൻ എപ്പോഴും തിരക്കിലാണ്, ഷിജോ കരുതി. കർത്താവിന് സ്തുതി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഷിജോ വിശേഷം? ഞാൻ ആ എസ്റ്റിമേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. കമ്മിറ്റി മീറ്റിങ്ങിൽ വെക്കാനുള്ളത്. ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്താം. ഓഫീസിൽ കാത്തു നിൽക്കൂ. ശരി അച്ചോ. ഓഫീസിൽ കമ്പ്യൂട്ടറിന് മുൻപിലിരിക്കുന്ന സിസ്റ്റർ തെരേസയും ഒരു ഓഫീസ് അസിസ്റ്റൻറ്റും മാത്രമേയുള്ളൂ. എന്താ ഷിജോ? ഒന്നുമില്ല സിസ്റ്റർ, മാത്യു അച്ഛൻ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ മുറിയിൽ ഇരുന്നോളൂ. എനിക്ക് കുറച്ച് അത്യാവശ്യ ജോലികൾ തീർക്കാനുണ്ട്. നാളെയാണ് മീറ്റിംഗ്. ഫാനിൻ്റെ സ്വിച്ചിട്ട ശേഷം ഷിജോ അച്ഛനു വേണ്ടി കാത്തിരുന്നു. ജിസിയുടെ കാര്യം എങ്ങനെയാണ് തുടങ്ങുക? ഒരച്ഛനോട് സംസാരിക്കാൻ പറ്റിയ കാര്യമേ അല്ല അത്. പിന്നെ അയാൾ സ്വയം ആശ്വസിച്ചു. താൻ ഇത്ര ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം അതാതിൻ്റെ പാട്ടിന് സ്വാഭാവികമായി വന്നുകൊള്ളും. 5 മിനിറ്റിനുള്ളിൽ മാത്യു അച്ഛൻ എത്തി. ഷിജോവിൻ്റെ കയ്യിൽ നിന്ന് എസ്റ്റിമേറ്റ് വാങ്ങി കസേലയിൽ പോയിരുന്നു. മാനേജർ ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ 7650 രൂപ തന്നിട്ടുണ്ട്. അത് ഞാൻ മാസാവസാനം കണക്കുണ്ടാക്കുമ്പോൾ ഉൾക്കൊള്ളിക്കാം. അച്ഛൻ എസ്റ്റിമേറ്റ് മേശപ്പുറത്ത് വെച്ചു. ഇതിൽ കുട്ടികൾക്കും ലിസിക്കും നൈറ്റികൾ വാങ്ങാൻ ഒരു തുക വെച്ചിട്ടുണ്ടല്ലോ. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മുടെ സംഭാവനപ്പെട്ടിയിൽ ധാരാളം പഴയ ഉടുപ്പുകൾ ആൾക്കാർ കൊണ്ടുവന്നിടുന്നുണ്ട്. അതിൽ നോക്കിയാൽ കുട്ടികൾക്ക് പാകമുള്ളതൊക്കെ കിട്ടും. അതുപോരെ? ഷിജോ പെട്ടെന്ന് പോയത് മറ്റുള്ള കുട്ടികളുടെ നരച്ചു കീറി തുടങ്ങിയ ഉടുപ്പുകളിട്ട് സ്കൂളിൽ പോയിരുന്ന സ്വന്തം കുട്ടിക്കാലത്തേക്കായിരുന്നു. കീറിയ ഉടുപ്പുകൾ അമ്മ പകലിരുന്ന് തുന്നിവെക്കും. വലുതായപ്പോൾ ചാരിറ്റിക്കു വേണ്ടി വീടുകളിൽ കൂട്ടുകാർക്കൊപ്പം പോയിരുന്ന ഓർമ്മയുമുണ്ട്. അയാൾ പറഞ്ഞു. അത് പോരാ അച്ചോ. ഒന്നാമത് ഉപയോഗിച്ച് കീറപ്രാഞ്ചിയായ ഉടുപ്പുകളെ ആൾക്കാർ ദാനം ചെയ്യാറുള്ളൂ. പിന്നെ അനാഥാലയത്തിലാണെങ്കിലും അവർ അനാഥകളാണെന്ന ബോധം ഉണ്ടാക്കാതെ നോക്കണമെന്നുണ്ട് എനിക്ക്. ഞാനിവിടെ ചേർന്ന് 4 ദിവസം കൊണ്ടുതന്നെ അവരുടെ പ്രകൃതമൊക്കെ മാറിയിരിക്കുന്നു. ശരി, കമ്മിറ്റി മെമ്പർമാർ പറഞ്ഞേക്കാവുന്ന ഒരു കാര്യം പറഞ്ഞേ ഉള്ളൂ. ഞാൻ കുട്ടികൾക്കു വേണ്ടി വാദിക്കാം. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. സ്വകാര്യമാണ്. ഇവിടുന്ന് പറഞ്ഞാൽ ശരിയാവുമെന്നറിയില്ല. വേണ്ട, നമുക്ക് പള്ളിമേടയിലേക്ക് പോവാം. വരൂ. നടന്നുകൊണ്ടിരിക്കെ ഷിജോ പറഞ്ഞു തുടങ്ങി. ജിസിക്ക് രാവിലെ സുഖമില്ലാതായി. വയറുവേദനയാന്നാ എന്നോട് പറഞ്ഞത്. പിന്നെ ലിസി ചേച്ചിയാണ് പറഞ്ഞത് ആ കുട്ടിക്ക് കുറച്ചു ദിവസമായിട്ട് രാവിലെ എണീറ്റാൽ ഛർദിയുണ്ടെന്ന്. ഇതൊരു ഗൗരവമായ കാര്യമാണ്. ഞാൻ അവിടെ ചേർന്ന് 2-ാം ദിവസം ഒരു സംഭവം ഉണ്ടായി. പറയാം.
രാത്രി ആനി വന്ന കാര്യം കേട്ടുകൊണ്ടിരിക്കെ മാത്യു അച്ഛൻ ക്ഷോഭിച്ചു. ഞാൻ കുത്തി ചോദിച്ചപ്പോഴാണ് അവൾ പറയണത്, പുതിയ വാർഡൻ വന്നാലും ഇതൊന്നും മുടക്കണ്ട, നിങ്ങളുടെ ഊഴം അനുസരിച്ച് വാർഡന്റെ അടുത്തേക്ക് രാത്രി വന്നോളൂന്ന് ആ കുട്ടികളോട് അങ്ങേര് പറഞ്ഞൂത്രേ. കർത്താവേ! പക്ഷേ ഷിജോ, എന്താണ് അയാളുടെ ഉദ്ദേശം? എനിക്ക് തോന്നണത് പുതിയ വാർഡൻ എങ്ങനെയെങ്കിലും ഇത് അറിയും. അപ്പോൾ അയാളെയും കുറ്റവാളിയാക്കിയാൽ ഇതൊന്നും പുറത്തു വരില്ലെന്നായിരിക്കും. അതു ശരിയായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? പഴയ വാർഡന് ഈ കുട്ടികളുടെ അപ്പൂപ്പനാവാനുള്ള പ്രായമുണ്ട്. എന്താണ് അയാളെ മാറ്റാനുള്ള പ്രേരണ? അല്ല, അച്ഛൻ എങ്ങനെ ഇതേപ്പറ്റി അറിഞ്ഞു? അത് ഞങ്ങൾ പുരോഹിതന്മാർക്ക് കുമ്പസാരക്കൂട്ടിൽ കേട്ട കാര്യം പുറത്തു പറയാൻ പാടില്ലെന്നാ. പാപം ചെയ്തവർ അത് ദൈവത്തിനു മുൻപിൽ ഏറ്റുപറയുന്നതാണ്. അതായത് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്റെ മുൻപിൽ. പക്ഷേ കുട്ടികൾ മുഴുവൻ ഏറ്റുപറഞ്ഞിട്ടില്ലെന്നല്ലേ കാണിക്കണത്? ആ മനുഷ്യൻ ഈ പാവം കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അയാളിനി തിരിച്ചു വരില്ലെന്ന ഉറപ്പ് കിട്ടിയപ്പോഴാണ് ആനി ഇത്രയെങ്കിലും പറഞ്ഞത്. ഇതൊരു വലിയ പ്രശ്നമായല്ലോ. ഷിജോവിന് ഉറപ്പാണോ ആ കുട്ടി കുഴപ്പത്തിലായിന്ന്? അങ്ങനെയാണ് ലിസി ചേച്ചി പറഞ്ഞത്. കല്യാണം കഴിച്ചില്ലെങ്കിലും അമ്മയായില്ലെങ്കിലും അവർക്കതിൻ്റെ പൊരുൾ പെട്ടെന്ന് പിടുത്തം കിട്ടുന്നുണ്ടാവും. അതുറപ്പിക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഡോക്ടറെ കാണിക്കുക. ഉറപ്പാക്കാൻ പറ്റുമല്ലോ. ഇതുറപ്പാക്കാൻ ഡോക്ടറുടെ അടുത്തൊന്നും പോണ്ട, മൂത്രം ടെസ്റ്റ് ചെയ്താൽ മതി, മാത്യു അച്ഛൻ പറഞ്ഞു. ഉറപ്പായാലോ? ഷിജോ, അതാണ് വലിയ ചോദ്യം. അതിനുള്ള ഉത്തരം അത്ര എളുപ്പമല്ല. തൽക്കാലം ആരോടും പറയണ്ട, പ്രത്യേകിച്ച് തിരുമേനിയോട്. പഴയ വാർഡൻ പെൺകുട്ടികളോട് അത്ര നന്നായിട്ടല്ല പെരുമാറണതെന്ന് മാത്രമേ അദ്ദേഹത്തിനറിയൂ. കാര്യങ്ങൾ അതിരു കടന്നു എന്നറിഞ്ഞാൽ ആ ശുദ്ധാത്മാവ് ക്ഷോഭിക്കും. ഞാൻ ഒരാളെ പറഞ്ഞുവിടാം. അയാളുടെ കയ്യിൽ മൂത്രത്തിൻ്റെ സാമ്പിൾ കൊടുത്തുവിട്ടാൽ മതി. ഇന്നെന്നെ അയാളെ അയക്കാം. അല്ലെങ്കിൽ വേണ്ട, അതിവിടെ കൊണ്ടുവന്ന് സിസ്റ്റർ തെരേസയുടെ കയ്യിൽ കൊടുത്താൽ മതി. അയാളും എന്തിനാ അറിയണത് എവിടുത്തെയാന്നൊക്കെ. കുട്ടിയുടെ പേരൊന്നും കൊടുക്കണ്ട. പ്രസ്സുകാർക്ക് ഒരു ചെറിയ തുമ്പ് കിട്ടിയാൽ മതി. അവരാ കുട്ടിയുടെ പേര് നാറ്റിക്കും, സഭയുടെ. കയ്യിലുള്ള എസ്റ്റിമേറ്റ് നോക്കിക്കൊണ്ട് അച്ഛൻ തുടർന്നു. ഇത് സാങ്ഷനായിന്ന് തന്നെ വെച്ചോ. കുട്ടികൾ മനുഷ്യരെ പോലെ ജീവിക്കട്ടെ. ശരി അച്ചോ. പള്ളിമേടയിലൊന്നും എത്തിയിട്ടില്ലെന്നും മുറ്റത്ത് പടർന്നു നിൽക്കുന്ന മാവിൻ ചുവട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചിരുന്നതെന്നുമുള്ള ബോധം അപ്പോഴാണ് ഷിജോവിനുണ്ടായത്. നേരിയ തണുപ്പുള്ള കാറ്റ് സാന്ത്വനമായി തലോടുന്നു. അച്ചോ, ഒരു കാര്യം കൂടി. എന്താ ഷിജോ, പറയ്. പഴയ വാർഡൻ ഇപ്പോൾ എവിടെയാണ്? അയാളെ ഇടുക്കിയുടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ആൺകുട്ടികൾ മാത്രമുള്ള അനാഥാലയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഷിജോ അസ്വസ്ഥനായി. ആ മനുഷ്യന് ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ശരിയാണ് ഷിജോ പറഞ്ഞത്. അച്ഛൻ അത് പറഞ്ഞപ്പോഴാണ് താൻ മനസ്സിൽ കണ്ട കാര്യം ഉറക്കെ പറഞ്ഞുവെന്ന് ഷിജോവിന് മനസ്സിലായത്. മാത്യു അച്ഛൻ തുടർന്നു. അതിനെന്തെങ്കിലും വഴിയുണ്ടാക്കാം. അച്ഛൻ തിരിച്ച് ഓഫീസിലേക്കു തന്നെ നടന്നു. ഷിജോ, താൻ സമാധാനായി പോയിക്കോ. എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലിയുണ്ട്. കുറച്ച് പച്ചക്കറികൾ വാങ്ങിപ്പോകാം. പള്ളിവളപ്പിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ ഷിജോ ആലോചിച്ചു. ജിസിക്ക് എങ്ങനെയുണ്ട് ലിസി ചേച്ചി? പച്ചക്കറികളുള്ള സഞ്ചികൾ ഏൽപ്പിക്കുമ്പോൾ ഷിജോ ചോദിച്ചു. ഇപ്പം കുഴപ്പമൊന്നും കാണുന്നില്ല. അവിടെയൊക്കെ എണീറ്റ് നടക്കുന്നുണ്ട്. എന്നാലും ഒരു കണ്ണുണ്ടാവുക നല്ലത് ചേച്ചി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് സാങ്ഷനാക്കി തരാമെന്ന് മാത്യു അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. നാളെ വാങ്ങിക്കൊണ്ടുവരാം. നാളെയല്ല, മറ്റന്നാൾ, തിങ്കളാഴ്ച. പിന്നെ വേറൊരു കാര്യം, ജിസിയുടെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്യണ്ട. കുപ്പിയിലാക്കിയിട്ട് ഓഫീസിൽ സിസ്റ്റർ തെരേസയുടെ കയ്യിൽ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തോളും. ഒരു ചെറിയ കുപ്പി വേണം. ഇവിടെ ഉണ്ടാവുമോ? മൂത്രം പരിശോധിച്ചാൽ മനസ്സിലാവുമോ? കുപ്പി ഉണ്ടോ? ഉണ്ടാവും. കഴുകിയെടുക്കണം. ഞാൻ കഴുകിത്തരാം. ചേച്ചി വാങ്ങി വെച്ചാൽ മതി. ഇപ്പോൾ തന്നെ പറ്റില്ലേ? ചെയ്യാലോ. അയാൾ കുട്ടികളുടെ മുറിയിലേക്ക് നടന്നു. ജിസിയും ആനയും ഓരോ ടെക്സ്റ്റ് ബുക്കും തുറന്നു വെച്ച് സംസാരിക്കുകയായിരുന്നു. എന്തോ കാര്യമായ വിഷയമായതുകൊണ്ട് ഷിജോ മുറിയുടെ വാതിൽക്കൽ നിൽക്കുന്നതവർ കണ്ടില്ല. പെട്ടെന്ന് ആനി ചാടി എഴുന്നേറ്റു. സാർ, എങ്ങനെയുണ്ട് ജിസിക്ക്? ജിസി അവിടെ തന്നെ ഇരുന്നോളൂ, എഴുന്നേൽക്കണ്ട. അവൾ പക്ഷേ ഇരുന്നില്ല. ഇപ്പോൾ ഭേദമായി സാർ. ഗുഡ്. ഷിജോ വരാന്തയിലേക്ക് കടക്കുമ്പോഴാണ് ലിസി ചേച്ചി കുപ്പിയുമായി വരുന്നത്. താൻ അതിനെപ്പറ്റി ജിസിയോട് ഒന്നും പറഞ്ഞില്ലെന്നയാൾ ഓർത്തു.
സാരമില്ല, ചില കാര്യങ്ങൾ ലിസി ചേച്ചിക്ക് വിട്ടുകൊടുക്കുകയാണ് നല്ലത്. സാമ്പിൾ അടങ്ങിയ കുപ്പി കടലാസിൽ പൊതിഞ്ഞ് കമ്മിറ്റി ഓഫീസിലേക്ക് നടക്കുമ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരികയായിരുന്നു. കുട്ടികളെല്ലാവരും കൂടി ഒന്നിച്ചാർത്ത് വിളിച്ചു, ഷിജോ സാർ. ആദ്യമായിട്ടായിരിക്കണം വാർഡനെ കാണുമ്പോൾ അവർ ആർത്തു വിളിക്കുന്നത്. ഡൈനിങ് റൂമിൽ അവർക്ക് വേണ്ടി ചായയും എന്തെങ്കിലും പലഹാരവും കാത്തുകിടപ്പുണ്ടാവും. ചായ എന്നും പതിവുള്ളതാണ്. കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോൾ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കീശയിൽ വെച്ച ഫോൺ ശബ്ദമുണ്ടാക്കി. വീട്ടിൽ നിന്നാണ്. എന്താണ് വിളിക്കുക കൂടി ചെയ്യാത്തത് എന്ന പരാതി. അമ്മേ, ഞാൻ വളരെ തിരക്കിലാണ്, ഓടിച്ചാടി നടക്കുകയാണ്. ഇവിടത്തെ മാനേജറെ പറഞ്ഞു വിട്ടു. ഇപ്പോൾ അങ്ങേരുടെ ജോലിയും ചെയ്യണം. ഞാൻ നാളെ വൈകിട്ട് വരാം, പോരെ? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ലിജി എന്തു പറയുന്നു? ശരി ശരി. ഭാഗ്യത്തിന് സിസ്റ്റർ തെരേസ ഓഫീസിൽ ഒറ്റയ്ക്കായിരുന്നു. കുപ്പി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ബാബുചേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കൊണ്ടുപോവാൻ. അയാൾ ഷിജോവിനെ കാണണ്ട. ആള് കുറച്ച് ചെകഞ്ഞു നോക്കണ ടൈപ്പാണ്. സ്വകാര്യമൊക്കെ മനസ്സിൽ വയ്ക്കും. പക്ഷേ അയാൾ എന്തിനാണ് അറിയണത്? ഇതിൻ്റെ റിസൾട്ട് എപ്പോഴാണ് കിട്ടുക? വേഗം കിട്ടുമെന്നാ തോന്നണത്. കിട്ടിയാൽ ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോരെ? ശരി. തിരിച്ച് സ്ഥാപനത്തിലേക്ക് നടക്കുമ്പോൾ അയാൾ ആലോചിച്ചു, ഇതൊരു വെറും ഉറപ്പാക്കൽ മാത്രമാണ്. ഇനി അയാളുടെ മുൻപിൽ ആ 15-കാരിയുടെ ഭാവി മാത്രമായിരുന്നു അപ്പോൾ. മാത്യു അച്ഛൻ എന്താണ് പറയുക എന്നറിയില്ല. കളയാൻ അദ്ദേഹം സമ്മതിക്കുമോ എന്നും അറിയില്ല. നമ്മുടെ മതം അതിനൊക്കെ എതിരാണ് എന്നൊക്കെ പറയുമോ ആവോ? പിന്നെ 15 വയസ്സ് പ്രായം മാത്രം. ഈ പ്രായത്തിൽ ഒരമ്മയാവുന്നതിൻ്റെ റിസ്ക് എന്തായിരിക്കും? പോട്ടെ, അതൊക്കെ കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ കുട്ടി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദവും നാണക്കേടും ഒക്കെ കഴിഞ്ഞ് ഈ കുറ്റകൃത്യം ചെയ്ത ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച ആൾക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലോകത്തിന് എന്തോ തകരാറുണ്ട്. ഒന്നുകിൽ തനിക്ക് ഇതിൽ നിന്നൊക്കെ ഒഴിവായി പോകാം, അല്ലെങ്കിൽ ഇതിനൊക്കെ എതിരായി പൊരുതാം. ഒഴിവായി പോകുന്നത് ഭീരുത്വമാണ്. മുറിയിലെത്തിയ ഉടനെ ആനി വന്നു. സർ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയ മോളെ. എനിക്ക് ജിസിയുടെ കാര്യത്തിൽ പേടിയായിരിക്കുന്നു. എന്തേ? അവൾ ഇന്ന് പറയാണ്. ഭയത്തോടെ പിന്നിലേക്ക് നോക്കിക്കൊണ്ട് അവൾ തുടർന്നു, നിനക്കെൻ്റെ ഒപ്പം ചാവാൻ പറ്റുമെന്ന്. അവൾക്ക് ഒറ്റയ്ക്ക് ചാവാൻ വയ്യ. അപ്പം 2 പേരും കൂടി മരിക്കാമെന്ന്. നീ എന്തു പറഞ്ഞു? എനിക്ക് പറ്റില്ലാന്ന്. അവളും ചാവണ്ട. സാറ് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കുന്നുണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. നിങ്ങളിത് മറ്റു കുട്ടികളോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സർ. ഇപ്പം ഞാനും ലിസി ചേച്ചിയും മാത്യു അച്ഛനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ചെയ്യാമെന്ന് പറയൂ. പിന്നെ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. ഒറ്റയ്ക്ക് എങ്ങോട്ടും വിടരുത്. ശരി സർ, ഞാൻ പോട്ടെ. ജിസി ബാത്റൂമിൽ പോയ തക്കം നോക്കി വന്നതാ ഞാൻ. രാത്രി 8 മണിയോടെ സിസ്റ്റർ തെരേസ വിളിച്ചു. പരിശോധനാഫലം പോസിറ്റീവാണ്. മാത്യു അച്ഛൻ ഇപ്പോൾ ഫ്രീ ആണോ? ഷിജോ ചോദിച്ചു. പള്ളിമേടയിലുണ്ട്. ഒന്ന് ഫോൺ ചെയ്തിട്ട് പോയാൽ മതി. ഫോൺ ചെയ്തു. തന്നെ വിളിക്കാൻ നിൽക്കുമായിരുന്നു ഞാൻ. റിസൾട്ട് അറിഞ്ഞില്ലേ? ഇവിടെ വരൂ, സംസാരിക്കാം. ഷിജോ അടുക്കളയിൽ പോയി. ലിസി ചേച്ചി, ഞാൻ മാത്യു അച്ഛനെ കാണാൻ പോവുകയാണ്. കുട്ടികൾക്ക് ഭക്ഷണമായാൽ അവർ കഴിച്ചോട്ടെ. എന്നെ കാത്തു നിൽക്കണ്ട. പിന്നെ ജിസിയുടെ കാര്യം, റിസൾട്ട് കിട്ടി. നമ്മൾ ഭയന്നത് തന്നെയാണ്. അവളെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. ആനി ഇപ്പോൾ പറയാണ് അവളോടും ജിസിയുടെ ഒപ്പം മരിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചുവെന്ന്. കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ നോക്കണേ. മാത്യു അച്ഛൻ മുൻപിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിൽ നോക്കി എന്തോ ബ്രൗസ് ചെയ്യുകയായിരുന്നു. ഷിജോവിനോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ച് അദ്ദേഹം മോണിറ്ററിലേക്ക് തിരിഞ്ഞു. ഒരു 5 മിനിറ്റിൻ്റെ വിടവിനു ശേഷം അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഷിജോ, നമ്മുടെ മുൻപിൽ 2 വഴികളാണുള്ളത്. ആദ്യത്തേത് പോലീസിൽ അറിയിക്കലാണ്. രണ്ടാമത്തേത് എനിക്കൊരു പുരോഹിതൻ എന്ന നിലയിൽ പറയാൻ വിഷമമുണ്ട്. അതായത് ഒരു പുതിയ ജീവൻ അവസാനിപ്പിച്ച് ആ പെൺകുട്ടിയെ രക്ഷിക്കാന്നുള്ളതാണ്. കർത്താവിന് നിരക്കാത്ത ഒരു കാര്യം ചെയ്ത മനുഷ്യനെ ഇനി ഒരിക്കലും പാപം ചെയ്യാനാവാത്ത വിധം ഒരു നിലയിലാക്കും ചെയ്യാം. ഇതിൽ ആദ്യത്തേതാണ് നമുക്ക് സേഫായിട്ടുള്ളത്. പോലീസ് കാര്യങ്ങൾ നടത്തിക്കൊള്ളും. അത് വേണ്ട അച്ചോ, അതാ കുട്ടിക്ക് വിഷമാവും. അതാണ് ഞാൻ പറയാൻ പോണത്. അവരാ കുട്ടിയെ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പിനും പോലീസ് സ്റ്റേഷനിലേക്കും ഇടുക്കിയിലേക്കും കോടതിയിലേക്കും കൊണ്ടുപോകും.
മാധ്യമങ്ങളൊക്കെ അങ്ങനെയൊരു കാര്യം കിട്ടാൻ കാത്തു നിൽക്കുകയാണ്. അവരിതിൻ്റെ പിന്നാലെയായിരിക്കും. പിന്നെ കുറേ ദിവസം ഈ കുട്ടിയായിരിക്കും സ്ക്രീനിലും പത്രങ്ങളുടെ പേജുകളിലും നിറഞ്ഞു നിൽക്കുക. അതോടെ ആ കുട്ടിയുടെ ജീവിതം നശിച്ചു. കുറ്റവാളി വല്ല രാഷ്ട്രീയ സ്വാധീനത്തിൽ രക്ഷപ്പെട്ടുവെന്നും വരും. ശരിയാണ്, നമുക്ക് വേണ്ടത് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കലാണ്. നാളെ തന്നെ തെരേസയോട് അവിടെ വന്നിട്ട് ആ കുട്ടീനെ കൂട്ടി നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോവാൻ പറയാം. അതിനിടയ്ക്ക് ലിസിയോട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറയണം. അവളുടെ സമ്മതം വേണ്ടിവരും. പ്രായപൂർത്തിയാവാത്തതുകൊണ്ട് രക്ഷകർത്താവിൻ്റെ സമ്മതം മതിയായിരിക്കും. ശരി അച്ചോ. ഷിജോ പരിഭ്രമിക്കൊന്നും വേണ്ട, എല്ലാം തെരേസ ചെയ്തോളും. പിന്നെ അവൾക്ക് രാവിലെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കൊടുക്കണ്ട. ഓപ്പറേഷൻ എന്നൊന്നും പറയാനില്ല, വെറും ഒരു DNC ആണ്. ടെസ്റ്റ് റിസൾട്ട് അറിഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഞാൻ നെറ്റിലിരിക്കാൻ, എന്താണ് പ്രതിവിധി എന്ന് അറിയാൻ വേണ്ടി. പിന്നെ പഴയ വാർഡൻ്റെ കാര്യത്തിലും വേണ്ടത് ചെയ്യുന്നുണ്ട്. വേറെ ആളെ ചാർജ് എടുക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. നാളെ പുതിയ ആൾ പോയി ചാർജ് എടുക്കും. പിന്നെ പഴയ വാർഡൻ കാരണം ഒരു കുട്ടിയും നശിക്കില്ല. നന്ദി അച്ചോ. നന്ദി എനിക്കല്ല ഷിജോ, കർത്താവിന് പറയേ. കർത്താവല്ലേ വഴി കാണിച്ചു തന്നത്. തലയ്ക്ക് മുകളിൽ ചുമരിൽ തൂങ്ങുന്ന ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് മാത്യു അച്ഛൻ പറഞ്ഞു. ഡാവിഞ്ചിയുടെ അവസാന അത്താഴം എന്ന ചിത്രത്തിൽ യേശുവിൻ്റെ ഇടതുവശത്തിരിക്കുന്ന ശിഷ്യൻ മുകളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത് പോലെ തോന്നി ഷിജോവിന്. പിന്നെ വേറൊരു കാര്യം, ഇതൊന്നും ആരും അറിയണ്ട, പ്രത്യേകിച്ച് ഒപ്പമുള്ള കുട്ടിയോള്. ജിസിയുടെ ഭാവിക്ക് അത് ദോഷം ചെയ്യും. ശരി അച്ചോ. ഒരു പുരോഹിതന് നൽകാവുന്ന അത്ര സ്വാന്തനം മാത്യു അച്ഛൻ തന്നിരിക്കുന്നു. തിരിച്ചു നടക്കുമ്പോൾ ഷിജോവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. കാര്യങ്ങളൊന്നും വിചാരിക്കുന്ന അത്ര പ്രശ്നങ്ങളുള്ളതല്ലെന്നും ഏതാനും ദിവസത്തിനുള്ളിൽ കലങ്ങി തെളിയാവുന്നത് മാത്രമാണെന്നും മനസ്സിലായി. നാളെ എന്തായാലും അമ്മയെ കാണണം. അമ്മയെ ഓർത്തപ്പോഴാണ് ലിജിക്ക് മിഠായി വാങ്ങി കൊടുക്കാറുള്ളത് ഓർമ്മ വന്നത്. ഇന്ന് കുട്ടികൾക്ക് ഓരോ മിഠായി വാങ്ങാം. അയാൾ കടയിൽ കയറി. ഗേറ്റിലെത്തിയപ്പോഴാണ് അവിടെ ആകെ ഭൂകമ്പമായി എന്നു കണ്ടത്. ആനി കരഞ്ഞുകൊണ്ട് ഓടി വന്നു. സാർ, ജിസിയെ കാണാനില്ല. കാണാനില്ലേ? എന്താ ഈ പറയണത്? ഒരു നിമിഷം മുൻപ് വരെ അനുഭവപ്പെട്ട ശാന്തത ഈ അശാന്തിയുടെ മുന്നോടിയായിരുന്നോ? ആനിക്ക് സംസാരിക്കാൻ വയ്യെന്നായിരിക്കുന്നു. അയാൾ ചോദ്യം ആവർത്തിച്ചു. അതെ സാർ, കുളിക്കണം. അപ്പോൾ ലിസി ചേച്ചിയുടെ അടുത്ത് പോയി തലേ തേക്കാൻ കുറച്ച് എണ്ണ വാങ്ങട്ടെ എന്ന് പറഞ്ഞതായിരുന്നു. അവിടെ സംസാരിച്ച് നിൽക്കായിരിക്കുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞിട്ടും കാണാനില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി നോക്കി. അവിടെ ചെന്നിട്ടില്ല എന്ന് ചേച്ചി പറഞ്ഞു. ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി. അവൾ തേങ്ങി തേങ്ങി കരയുകയാണ്. ഷിജോ തളർന്നു. എല്ലാം ശരിയായി വരുന്നുവെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരടി കിട്ടുന്നത്. എവിടെയാണ് അന്വേഷിക്കുക? ആരോടാണ് ചോദിക്കുക? നിങ്ങൾ ഇവിടെയൊക്കെ നല്ലോണം നോക്കിയോ? നോക്കി സാർ, ലിസി ചേച്ചിയാണ് പറഞ്ഞത്. എവിടെയും ഇല്ല. ഷിജോ ഗേറ്റിലേക്ക് ഓടി. പുറത്തേക്കിറങ്ങാൻ മടിച്ച് പകച്ചു നിന്നു. എങ്ങോട്ടാണ് പോകുക? എല്ലാം കഴിഞ്ഞ് അവസാനം പോലീസിൽ അറിയിക്കുക തന്നെ വേണ്ടി വരുമോ? പെട്ടെന്നാണ് ഒരു ഓട്ടോ മുൻപിൽ വന്നു നിന്നത്. അതിൽ ജിസി ഉണ്ടായിരുന്നു. അവൾ കരയുകയായിരുന്നു. എന്തു പറ്റി മോളെ? എന്തു പറ്റിയെന്നോ? ഓട്ടോവിൽ നിന്ന് ചാടിയിറങ്ങിയ ഡ്രൈവർ പറഞ്ഞു. ഈ കുട്ടി കാരണം ഞാനും പെടേണ്ടതായിരുന്നു തീവണ്ടിയുടെ അടിയിൽ. മോളെ, നീ അകത്തേക്ക് പോയി ഉടുപ്പൊക്കെ മാറ്റ്. അവളുടെ വസ്ത്രങ്ങളിൽ നിലത്തു കിടന്നുരുണ്ട പോലെ ചെളി പിടിച്ചിരുന്നു. ലിസി ചേച്ചി, ഇവളുടെ കാര്യം ഒന്ന് നോക്കൂ. അകത്തേക്ക് വരൂ, ഷിജോ ഡ്രൈവറോട് പറഞ്ഞു. ഇവിടുന്ന് സംസാരിക്കണ്ട. ഓട്ടോ അകത്ത് കയറ്റി ഇട്ടുകൂടെ? പിന്നെന്താ? നിങ്ങളുടെ ഷർട്ടിലും പാൻറ്റിലുമൊക്കെ ചെളിയായിട്ടുണ്ടല്ലോ. ഓഫീസ് മുറിയിലേക്ക് അയാളെയും കൂട്ടി നടക്കുമ്പോൾ ഷിജോ പറഞ്ഞു. ചെളിയാവ് മാത്രല്ല, അത്യാവശ്യം ദേഹത്തെ തോലൊക്കെ പോയിട്ടുണ്ട്. അയാൾ കൈയിൻ്റെ മുട്ടും പുറംകൈയും കാണിച്ചു. സാമാന്യം നല്ല വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഓഫീസ് മുറിയിൽ അയാളെ കസേലയിലിരുത്തി ഒരു ചായ ഉണ്ടാക്കാൻ ലിസി ചേച്ചിയെ ഏൽപ്പിച്ച് ഷിജോ തിരിച്ചു വന്നു. അപ്പോൾ എന്തേ ഉണ്ടായത്? നമ്മുടെ റെയിൽവേ ഗേറ്റില്ലേ, അവിടെ ഗേറ്റട കിട്ടി. വണ്ടി പോവാൻ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഈ കുട്ടി റെയിലിന്മേൽ കൂടി നടന്നു വരുന്നത് കണ്ടത്. കണ്ടതും എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. കുട്ടി ഈ ലോകത്തൊന്നും ആയിരുന്നില്ല. ട്രെയിൻ വരണ ശബ്ദം കേട്ടു ഞാൻ വേഗം ഓടിച്ചെന്നു. 36ക്ക് മാറാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. മുട്ടിയില്ല എന്നായപ്പോഴേക്ക് എനിക്ക് അവിടെ ഓടിയെത്തി അവളെയും കൊണ്ട് മറുഭാഗത്തേക്ക് ചാടാൻ പറ്റി. ആ വീഴ്ചയിൽ പറ്റിയതാ ഇതൊക്കെ. അയാൾ വീണ്ടും കൈമുട്ടും പുറം കൈയും ചെരിപ്പൂരി കാൽപ്പടവും കാണിച്ചു തന്നു. കർത്താവേ!
അപ്പോഴേക്ക് ആൾക്കാരൊക്കെ കൂടി. ഞാൻ അവളെ എടുത്ത് ഓട്ടോവിൽ കയറ്റി. എൻ്റെ പേരക്കുട്ടിയാണ്, വീട്ടിൽ നിന്ന് വാശി പിടിച്ച് ഇറങ്ങി വന്നതാണെന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അവരൊക്കെ കൂടി ഇവളെ നാറ്റിക്കും. അതു നന്നായി, ഷിജോ പറഞ്ഞു. വളരെ നന്ദിയുണ്ട്. നിങ്ങൾ അവിടെ ഉണ്ടായില്ലെങ്കിലത്തെ കാര്യം ആലോചിക്കാൻ വയ്യ. എന്താ കുട്ടിയുടെ പ്രശ്നം? ഈ പ്രായത്തിലെ പെൺകുട്ടികളുടെ കാര്യം പറയാനുണ്ടോ? മനസ്സിലായെന്ന മട്ടിൽ അയാൾ തലയാട്ടി. ലിസി ചേച്ചി കൊണ്ടുവന്ന ചായ ഒറ്റ വലിക്ക് അയാൾ അകത്താക്കി. പാവം, ശരിക്കും അയാൾക്ക് ചായ വേണ്ടിയിരുന്നു. കൈയും കാലും കഴുകിക്കോളൂ, ഞാൻ ഡെറ്റോൾ ഇട്ടു തരാം. വേണ്ട, വീട്ടിൽ പോയി കുളിക്കണം, മേലാകെ ചെളിയാണ്. ഞാൻ കുറച്ച് പണം തരാം, അത് വാങ്ങണം. കീശയിൽ നിന്ന് 100-ന്റെ 2 നോട്ടുകൾ എടുത്ത് ഷിജോ ഡ്രൈവറുടെ നേരെ നീട്ടി. ഏയ്, അതൊന്നും വേണ്ട, എനിക്ക് ഈ പ്രായത്തിലുള്ള 2 പേരക്കുട്ടികളുണ്ട്. അയാൾ എഴുന്നേറ്റ് ചെരുപ്പിട്ട് തിരിഞ്ഞു നടന്നു. പിന്നെ ഒരു വീണ്ടു വിചാരത്തിൽ തിരിച്ചു വന്നു. അല്ലെങ്കിൽ അത് തന്നോളൂ. നാളേക്ക് മേലുവേദനയും ഒക്കെയായി ഓട്ടം പോവാൻ പറ്റുമെന്ന് തോന്നണില്ല. എൻ്റെ കുടുംബം നോക്കണ്ടേ? പോമ്പ എൻ്റെ പേരക്കുട്ടികൾക്ക് വല്ല മിഠായിയും വാങ്ങും ചെയ്യാം. ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യണ്ടേ? ഉറക്കെ ചിരിച്ചുകൊണ്ട് അയാൾ പോയി. അല്പം തടിച്ച് കഷണ്ടി കയറിയ ആ ഇരുണ്ട മനുഷ്യൻ ഓട്ടോവിനടുത്തേക്ക് നടക്കുമ്പോൾ ഷിജോ ആലോചിച്ചു. നല്ല മനുഷ്യൻ. അയാൾ കൈവീശി ഓട്ടോ സ്റ്റാർട്ടാക്കി പോയി. അപ്പോഴാണ് അയാളുടെ പേരും വിലാസവും ഒന്നും ചോദിച്ചില്ലെന്ന് ഷിജോ ഓർത്തത്. ക്ഷോഭത്തിനിടയിൽ അത് മറന്നതാണ്. ഷിജോ കുട്ടികളുടെ മുറിയിലേക്ക് പോയി. ജിസി കട്ടിലിൽ കിടക്കുകയാണ്. ഉടുപ്പ് മാറിയിരിക്കുന്നു. കുട്ടികൾ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അവൾ മാറിയ ചെളി പിടിച്ച ഉടുപ്പുമായി ലിസി ചേച്ചി കട്ടിലിനടുത്ത് നിൽക്കുകയാണ്. ഷിജോ കട്ടിലിലിരുന്ന് ജിസിയുടെ കൈ പിടിച്ച് മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു, ആ നല്ല മനുഷ്യൻ സമയത്തിന് വന്നില്ലായിരുന്നു വെച്ചാൽ ഞങ്ങളൊക്കെ എത്രത്തോളം വേദനിക്കായിരുന്നു. നിന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ ഷിജോ സാറില്ലേ? ഞാനത് ഓരോന്നോരോന്നായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. മോള് ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്. സമാധാനായി ഇരിക്കി. ജിസി ഒന്നും പറയാതെ കരയുകയാണ്. കണ്ണീർ ഇരുവശത്തുകൂടി ഒഴുകി തലയിണ നനയ്ക്കുന്നുണ്ട്. സാരില്ല മോളെ. കുട്ടികൾക്കു വേണ്ടി വാങ്ങിയ മിഠായി ഓർമ്മ വന്നു. ആ തിരക്കിൽ അതെവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. ലിസി ചേച്ചി, ഞാൻ ഈ കുട്ടികൾക്ക് കുറച്ച് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ തിരക്കിൽ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ തരിക ചെയ്തത്. ഞാൻ കൊണ്ടുവരാം. അവർ പോയി മിഠായിപ്പൊതി കൊണ്ടുവന്നു. അത് നന്ദിതയുടെ കയ്യിൽ കൊടുക്കൂ. അവളത് എല്ലാവർക്കും വിതരണം ചെയ്യട്ടെ. നന്ദിതയ്ക്ക് സന്തോഷമായി. എല്ലാവർക്കും കൊടുത്ത ശേഷം അവൾ പറഞ്ഞു, സർ, ഇതിൽ 4 മിഠായി ബാക്കിയുണ്ട്. ലിസി ചേച്ചിക്ക് കൊടുത്തോ? എനിക്ക് തന്നു. ഉള്ളം കൈ തുറന്ന് മിഠായി പ്രദർശിപ്പിച്ചുകൊണ്ട് ലിസി പറഞ്ഞു. നീ എടുത്തുവോ? ഇല്ല. അതിൽ നിന്ന് ഒരെണ്ണം പെറുക്കിയെടുത്ത് അവൾ പറഞ്ഞു. അപ്പോൾ 3 എണ്ണം ബാക്കിയുണ്ട്. അത് നീയും രേവതിയും ആലീസും കൂടി ഭാഗിച്ചെടുത്തോ. നിങ്ങളല്ലേ ഏറ്റവും ചെറിയ കുട്ടിയോള്? എഴുന്നേൽക്കുമ്പോൾ ഷിജോ കയ്യിലുള്ള മിഠായി ജിസിക്ക് കൊടുത്തു. നീയല്ലേ വീണത്? ഇത് പ്രായശ്ചിത്തം ചെയ്യാണ്. അയാൾ ഉറക്കെ ചിരിച്ചു. ഓട്ടോക്കാരൻ്റെ പ്രായശ്ചിത്തം എന്ന വാക്കിൽ ചിരിക്കാനുള്ള എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ജിസിയുടെ ചുണ്ടിലും ചിരിയുടെ നേരിയ ചലനങ്ങൾ. ഷിജോ ഓഫീസ് മുറിയിൽ പോയിരുന്നു. വല്ലാത്തൊരു ദിവസം. കർത്താവെ, ഇങ്ങനത്തെ ദിവസങ്ങൾക്കു വേണ്ടിയാണോ എന്നെ ഇവിടേക്ക് വലിച്ചഴിച്ചത്? ലിസി ചേച്ചി വാതിൽക്കൽ വന്നു നിന്നു. അകത്തു വരൂ ചേച്ചി, ഇരിക്കൂ. അവർ കസേലയിലിരുന്ന് അയാളെ നോക്കുകയാണ്, എന്തായി എന്ന മട്ടിൽ. നാളെ രാവിലെ 8 മണിക്ക് മുൻപ് തെരേസ സിസ്റ്റർ വരും, ജിസിയെ നേഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോകാൻ. രാവിലെ കാര്യമായിട്ട് ഭക്ഷണമൊന്നും കൊടുക്കണ്ട. 1 മണിക്കൂറിനുള്ളിൽ എല്ലാം കഴിഞ്ഞു തിരിച്ചെത്തും. അതിനിടയ്ക്ക് ചേച്ചി ഒറ്റയ്ക്കിരുന്ന് അവളോട് ഇതേപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം. ആനി ഒഴികെ മറ്റു കുട്ടികളാരും അറിയണ്ട. അവൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചോളൂ. എൻ്റെ ഈശോയെ. പിന്നെ രാവിലെ തുന്നക്കാരി വന്നാൽ പറഞ്ഞാൽ മതി, ജിസിക്കും ദീപയുടെ അളവിൽ തുന്നിയാൽ മതിയെന്ന്. 2 പേരും ഏകദേശം ഒരേ വലുപ്പല്ലേ? അതെ. തുന്നക്കാരി തന്നെ തുണികളുടെ സാമ്പിളും കൊണ്ടുവരും. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട തുണി തന്നെ എടുത്തോട്ടെ. ഒരേ തുണി തന്നെ കളർ ചേഞ്ചോ അല്ലെങ്കിൽ ഓരോരുത്തർക്കും വെവ്വേറെ തുണികളോ. വിലയൊക്കെ ഏകദേശം ഒരേപോലെ ആയിരിക്കും. ചേച്ചിയും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ശരി. കുട്ടികൾ ഭക്ഷണം കഴിച്ചുവോ? ഇല്ല, അതിനിടയ്ക്കല്ലേ ഇതൊക്കെ ഉണ്ടായത്. എന്നാൽ നമുക്ക് ഊണ് കഴിക്കാം. കുട്ടികൾക്ക് വിശക്കുന്നുണ്ടാവും. അതു കഴിഞ്ഞാൽ ചേച്ചിയുടെ കട്ടിൽ പിടിച്ച് കുട്ടികളുടെ മുറിയിലിടണം. ഇന്ന് തൊട്ട് തന്നെ ചേച്ചി അവിടെ കിടക്കൂ.
ലിസി ഒന്നും പറഞ്ഞില്ല. അവർക്കിഷ്ടമായില്ലേ ആവോ? സാരമില്ല, അവരെയും ഒറ്റയ്ക്ക് പുറത്തൊരു മടയിൽ മാറ്റിയിടുന്നത് ശരിയല്ല. ഒരാഴ്ച കഴിഞ്ഞു. ജീവിതം ഒരിക്കൽ കൂടി സാധാരണ മട്ടായി എന്ന് തോന്നിച്ചു. ഭക്ഷണക്രമം മാറ്റി. കുട്ടികളുടെ മുഖത്ത് രക്തപ്രസാദമുണ്ടായി. പുതിയ ഉടുപ്പുകളിൽ അവർ ഓടിച്ചാടി നടന്നു. പകലും നൈറ്റി തന്നെയാണ് ഇടുന്നത്. വരട്ടെ, അടുത്ത മാസം മാത്യു അച്ഛനെ കൊണ്ട് അവർക്കുള്ള പുതിയ ഉടുപ്പുകൾക്ക് സാങ്ഷൻ വാങ്ങിക്കണം. മുടക്കു ദിവസങ്ങളിൽ പകൽ നൈറ്റി ഇടുന്നത് സുഖമില്ല. അതുപോലെ തന്നെ ഒരു TV സെറ്റും വേണം. അതാണ് കുട്ടികളുടെ പുതിയ ഡിമാൻഡ്. കുട്ടികളുമായി കൂടുതൽ അടുത്തപ്പോൾ ലിസി ചേച്ചി ആകെ മാറിയിരിക്കുന്നു. അവർ ബീഡിവലി നിർത്തി. ഒരമ്മയെപ്പോലെ കുട്ടികളെ ശാസിക്കാനും അവർക്ക് വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്തു കൊടുക്കാനും തുടങ്ങി. ഒരു 10 ദിവസം കൊണ്ട് ഇത്രമാത്രം മാറ്റം ആ വീടിനുണ്ടായി. അത്ഭുതം തന്നെ. ഞായറാഴ്ചത്തെ ബഹളം ഒന്നടങ്ങിയത് ഉച്ചയുറക്കം കഴിഞ്ഞ് എല്ലാവരും ഒന്നിച്ചിരുന്ന് ലിസി ചേച്ചി ഉണ്ടാക്കിയ ഉള്ളിവടയും ചായയും കഴിച്ചപ്പോഴാണ്. ചായക്കുടി കഴിഞ്ഞപ്പോൾ ഷിജോ പറഞ്ഞു, ഇന്ന് ഞാനൊരു പുതിയ കളി പഠിപ്പിച്ചു തരാം. എന്തു കളി? എല്ലാവരും ഒന്നിച്ച് ചോദിച്ചു. ഓടിച്ചാടിയുള്ള കളികൾക്ക് അവർക്ക് ഈ സമയത്ത് താല്പര്യമുണ്ടായിരുന്നില്ല. ഒരു ജിക്സോ പസിലാണ്. എന്നുവെച്ചാൽ പല കഷ്ണങ്ങളാക്കിയ ഒരു ചിത്രം വീണ്ടും അതാതിൻ്റെ സ്ഥാനത്ത് അടുക്കി വെച്ച് അതേ ചിത്രം ഉണ്ടാക്കുക. കുട്ടികൾക്ക് താല്പര്യം വന്നു. ഷിജോ ഓഫീസ് മുറിയിൽ പോയി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത നോട്ടീസ് ബോർഡും ചിത്രത്തിൻ്റെ മുറിച്ചു വെച്ച കുറെ കടലാസ് കഷ്ണങ്ങളുമായി തിരിച്ചു വന്നു. ഒപ്പം തന്നെ ചുരുട്ടി വെച്ച ഒരു ചിത്രവും. ഈ കടലാസു കഷ്ണങ്ങൾ ഒരു വീടിൻ്റെ ചിത്രമാണ്. അത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ്. 18 കഷ്ണങ്ങളാണുള്ളത്. ആദ്യത്തെ കഷ്ണം ഞാൻ തന്നെ അതിൻ്റെ സ്ഥാനത്ത് വയ്ക്കും. പിന്നെ നിങ്ങൾ ഓരോരുത്തരായി ഓരോ കഷ്ണം എടുത്ത് അതാതിൻ്റെ സ്ഥാനത്ത് വെക്കണം. സംശയമുണ്ടെങ്കിൽ ഇതേ ചിത്രം മേശപ്പുറത്ത് ഇതാ നിവർത്തി വെക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി. ആദ്യം ലിസി ചേച്ചി വെക്കട്ടെ. പിന്നെ ഏറ്റവും വയസ്സ് കുറഞ്ഞവർ തൊട്ട് ചെയ്യണം. ശരി സാർ. നീട്ടലോട് കൂടിയ സാർ വിളിയോടെ അവർക്കത് ഇഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാക്കി. ഒരു കസേല ചുവരിനോട് അടുപ്പിച്ചിട്ട് അതിന്മേൽ നോട്ടീസ് ബോർഡ് ചാരി വെച്ചു. ചിത്രത്തിൻ്റെ കഷ്ണങ്ങൾ തിരഞ്ഞ് ഉമ്മറപ്പടിയുടെ ചിത്രം എടുത്ത് ബോർഡിൻ്റെ ഏറ്റവും താഴെ നടുവിലായി വെച്ച് ഒരു പിൻ കൊണ്ട് ഉറപ്പിച്ചു. ഇനി ലിസി ചേച്ചിയുടെ ഊഴമായിരുന്നു. അല്പം മടിയോടെ, ഇതൊക്കെ കുട്ടികൾക്കുള്ള കളിയല്ലേ, ഞാൻ എന്തിനാ എന്ന ഭാവത്തിൽ അവരൊരു കഷ്ണം എടുത്തു. അത് വാതിലിൻ്റെ താഴത്തെ പകുതിയായിരുന്നു. അത് എളുപ്പമായിരുന്നു. ഉമ്മറപ്പടിക്ക് മുകളിലായി അവരത് വെച്ചപ്പോൾ ഷിജോ അതൊരു ഡ്രോയിങ് പിന്നുകൊണ്ട് ഉറപ്പിച്ചു. അടുത്ത ഊഴം നന്ദിതയുടേതാണ്. അവൾക്ക് കിട്ടിയ കഷ്ണം കുറച്ച് കുഴയ്ക്കുന്നതായിരുന്നു. മേശപ്പുറത്ത് വെച്ച ചിത്രം കുറച്ചു നേരം നോക്കിയിട്ടും അവൾക്കത് എവിടെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലായില്ല. സാരല്ല, മറ്റു ചേച്ചിമാർ വെക്കട്ടെ. അതിനിടയ്ക്ക് മോൾക്ക് മനസ്സിലാവും എവിടെയാണ് സ്ഥാനമെന്ന്. അപ്പോൾ വെച്ചാൽ മതി. രേവതിക്കും കിട്ടിയത് അതേപോലെ കുഴയ്ക്കുന്ന ഒന്നായിരുന്നു. മേൽപ്പുരയുടെ ഒരു വശം. അവിടേക്കൊന്നും കെട്ടിടം പണിയായിട്ടില്ല. അവളോടും കാത്തു നിൽക്കാൻ പറഞ്ഞു. പിന്നെ ആലീസിൻ്റെ ഊഴമായിരുന്നു. അവൾക്ക് കിട്ടിയത് വാതിലിൻ്റെ മേൽഭാഗം. അതവൾ വേഗം അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. പിന്നെ ഓരോരുത്തരായി ചിത്രം പൂർണ്ണമാക്കുമ്പോഴേക്ക് ആകെ ബഹളമായി. ആദ്യം സ്ഥാനം കിട്ടാതെ പിന്മാറിയവർക്ക് വഴി തെളിഞ്ഞു കണ്ടു. ഞാൻ എന്നു പറഞ്ഞ് അവർ തിരക്കുകൂട്ടി. ജിസിയുടെ ഊഴം വന്ന് അവൾ അവസാനത്തെ ചിത്രകഷ്ണം എടുത്തപ്പോൾ ഷിജോ പറഞ്ഞു, മോളെ അത് വെക്കാൻ വരട്ടെ. ജിസി ഒരു ചോദ്യത്തോടെ അയാളെ നോക്കി. അയാൾ ചോദിച്ചു, ഇപ്പോൾ ചിത്രം പൂർണ്ണമായല്ലോ? ഇല്ല. ചിത്രത്തിൽ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. മേൽപ്പുരയുടെ നടുഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാവണത്? ഷിജോ ചോദിച്ചു. ആരും ഒന്നും പറയുന്നില്ല. ഷിജോ തുടർന്നു. നമ്മളിൽ ഓരോരുത്തരും കൂട്ടിച്ചേർത്താലേ ചിത്രം പൂർണ്ണമാവൂ. അതുപോലെ നമ്മളെല്ലാവരും കൂടിച്ചേർന്നാലേ നമ്മുടെ ഈ വീട് പൂർണ്ണമാകൂ. അതിലൊരാൾ ഇല്ലെങ്കിൽ ആ വിടവ് അങ്ങനെ നിലനിൽക്കും. മനസ്സിലായോ? കുട്ടികൾ തലയാട്ടി. ഇനി ചിത്രം പൂരിപ്പിക്കൂ. ജിസി അവളുടെ കയ്യിലുള്ള കഷ്ണം അതിൻ്റെ സ്ഥാനത്ത് വെച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ കണ്ണുകൾ ഈറനായിരുന്നു. എല്ലാവരും കൈകൊട്ടി. നമ്മളെല്ലാവരും എന്നും ഈ കളി ഓർമ്മിക്കില്ലേ? ഓർമ്മിക്കും സർ, എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. വൈകുന്നേരം മാത്യു അച്ഛനെ കാണണമെന്ന് ഫോൺ ചെയ്തിരുന്നു. പള്ളിമേടയിൽ മാത്യു അച്ഛൻ സാധാരണ പോലെ കമ്പ്യൂട്ടറിന് മുൻപിലായിരുന്നു. ഷിജോ വാതിൽക്കൽ മുട്ടിയപ്പോൾ അച്ഛൻ തിരിഞ്ഞു നോക്കി. ആ ഷിജോ, ആ ശരി, ഞാനൊരു കാര്യം കാണിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു. മേശപ്പുറത്തു നിന്ന് മനോരമ പത്രമെടുത്ത് നീട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു.
താൻ ഈ വാർത്ത വായിച്ചിരുന്നോ? ഏതു വാർത്ത? നോക്ക്, ഇടുക്കിയിൽ ഇന്നലെ കാറുമുട്ടി ആസ്പത്രിയിലായ മനുഷ്യൻ മരിച്ചുവെന്ന്. ഒരു ചെറിയ വാർത്ത ഒറ്റക്കോളത്തിലായി കൊടുത്തിരിക്കുന്നു. ഇന്നലെ കാറിടിച്ച് ബ്ലൂ വാലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 60 വയസ്സുകാരൻ മരിച്ചു. സ്ഥലത്തെ ആൺകുട്ടികളുടെ അനാഥാലയത്തിലെ വാർഡനായിരുന്നു അദ്ദേഹം. റിട്ടയർ ചെയ്ത് ഒരാഴ്ചയായിട്ടേയുള്ളൂ. മുട്ടിയ കാർ നിർത്താതെ ഓടിച്ചു പോയി. കാറിൻ്റെ നമ്പർ എഴുതിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങേര്? അതെ, അങ്ങേര് തന്നെ. പക്ഷേ ദൈവം തമ്പുരാൻ ഇത്ര വേഗം വിചാരണയും വിധി പറയലും അത് നടപ്പാക്കലും ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ഷിജോ വിശ്വസിക്കാനാവാതെ ഇരിക്കുകയായിരുന്നു. ശരി ഷിജോ, ഇത് കാണിക്കാൻ വിളിച്ചതാ. റിവോൾവിംഗ് ചെയറിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് മാത്യു അച്ഛൻ പറഞ്ഞു. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ലച്ചോ. ഷിജോ കസേലയിൽ നിന്ന് എഴുന്നേറ്റു. മാത്യു അച്ഛൻ ഷിജോവിൻ്റെ ഒപ്പം പൂമുഖം വരെ വന്നു. വിട പറയുമ്പോൾ മാത്യു അച്ഛൻ പറഞ്ഞു, അല്ല, ദൈവത്തിൻ്റെ ഓരോ കളികളെ. തിരിച്ചു നടക്കുമ്പോഴൊക്കെ ഷിജോ ആലോചിച്ചിരുന്നത് അച്ഛൻ അവസാനം ചിരിച്ചുകൊണ്ട് പറഞ്ഞതിനെ പറ്റിയായിരുന്നു. അതു കഴിഞ്ഞ് അദ്ദേഹം കണ്ണിറുക്കിയതിൻ്റെ അർത്ഥമെന്താണ്?